അസ്സലാമു അലൈക്കും. ഇത്താത്തയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചില സ്ത്രീകളിൽ ഉണ്ടാകുന്ന അടയാളങ്ങൾ പറയാട്ടോ. നമ്മളിൽ അതുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. ആദ്യത്തേത്, നിസ്കരിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന നല്ല സൽക്കർമ്മങ്ങൾ എന്തുമായിക്കോട്ടെ, അതൊരു ബാധ്യതയായി തോന്നൂല. അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്നുള്ളത്, അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതൊരു ബാധ്യതയായി തോന്നൂല. പിന്നെ തർക്കിക്കാനും അല്ലെങ്കിൽ വാശി പിടിക്കാനും അഹങ്കാരം കാണിക്കാനും ഞാൻ പറഞ്ഞതാണ് ശരി എന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തില് തല്ലുകൂടി നിൽക്കുന്ന സ്ത്രീകളില്ലേ, അങ്ങനെയുള്ളവരല്ലാതെ എല്ലാ കാര്യത്തിലും ചെറുതായിട്ടെങ്കിലും വിട്ടുവീഴ്ച മനോഭാവമുള്ളവര്, ക്ഷമാശീലര്, അങ്ങനെയുള്ള സ്ത്രീകളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. അവര് ലോകം മുഴുവനും എതിർത്താലും എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അത് ഭയങ്കര പവറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പവർഫുള്ളായിട്ടൊരു മനസ്സ് വേണമെങ്കിൽ അത് അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട്, അങ്ങനെയുള്ളൊരു മനുഷ്യനായി മാറുന്നത് റബ്ബ് അവരെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലഭിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദിയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയായി അവർ മാറും എന്നുള്ളതാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്കേ അത് കഴിയുള്ളൂ കേട്ടോ. ഇതെനിക്ക് തികഞ്ഞില്ല, എനിക്കിത് പോരാ എന്നുള്ളതല്ലാതെ ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾക്ക് പോലും നന്ദിയുള്ള ഒരു ഹൃദയം ഉണ്ടാവുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഒരു ചെറിയ തെറ്റാണെങ്കിൽ പോലും അത് വല്ലാതെ മനസ്സിനെ ഭയപ്പെടുത്തുകയും അതിൽ നിന്നും പിന്മാറാൻ ശ്രദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്.